ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ടയറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ വേറൊരു മോഡൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് ഇതുപോലെ റെഡ് ഫ്ലവറും അതുപോലെ വൈറ്റ് ഫ്ലവർ ബീഡും കൂടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് പോളനും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഈ ഒരു ടയർ ചെയ്യാനായിട്ട് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് 2 ടൈപ്പ് ഗിയർ വയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് 3ഉം ഒന്ന് 4ഉം ആണ് കേട്ടോ. സിൽവർ കളറിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ കളറിൽ വരുന്ന പോളനാണ് കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവറാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത്. അത്യാവശ്യം വലിയ സൈസിൽ വരുന്ന ഫ്ലവറാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗിയർ വയറിൽ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് കോർത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ലെങ്ത്തിൽ വേണം നമ്മൾ ഈ ഒരു കമ്പി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ഈ ഒരു തണ്ട് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിൻ്റെ നടുക്കായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ഈ ഒരു കമ്പി ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പാർട്ട് നമുക്ക് കിട്ടും. ഇനി ബാക്കി എല്ലാ ഫ്ലവേഴ്സും നമ്മളിതുപോലെ ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോളൻ അഴിച്ച് വയ്ക്കാം. കണ്ടില്ലേ, 12 പീസ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ബെഞ്ചിനകത്ത്. ഇനി നമുക്ക് 4mm ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അതൊരു 20 സെൻറ്റിമീറ്ററോളം എടുക്കുക കേട്ടോ. നമ്മൾ തുണി അളക്കുന്ന ടാപ്പില്ലേ, ആ ഒരു ടാപ്പിന് 20 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ കിട്ടുമേ. ഇനി ഈ ഒരു കമ്പിയിൽ നമ്മൾ ഓരോ പാർട്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോളൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പോളനും കൂടെ വെച്ച് കൊടുക്കുകയാണേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടും ചെയ്യാം, 2 വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ 2 പോളൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേ ഉള്ളൂ കുറച്ച് ഹെവി ആയിട്ട് കിടക്കുകയുള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ ഈ പോളൻ അടിയിൽ പോകരുത് കേട്ടോ. നമുക്ക് കാണുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു പോളൻസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു പോളൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചിൽ വരുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെയുള്ള ടയർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ ഇത് വാങ്ങാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരൊറ്റ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കും ബ്രൈഡലിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടയറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളം ഭംഗിയുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ മെറ്റീരിയൽസ് കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സ്ഥലം വന്നിട്ട് മലപ്പുറമാണ്. മലപ്പുറത്ത് ബട്ടൺ ഹൗസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റുള്ള ബട്ടൺ ഹൗസുകളാണ്. കാരണം ഞാൻ ഈ ഒരു സെയിൽ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ വർക്കിനായിട്ട് ഞാൻ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും റേറ്റിനല്ല കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. മാക്സിമം കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ മെറ്റീരിയൽസും പിരിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. ഇനി നമ്മൾ 3mm ഗിയർ വയർ എടുക്കുകയാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല നീളത്തിന് എടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവറും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുത്താൽ ആ ഫ്ലവർ അങ്ങനെ നിൽക്കും കേട്ടോ.
അപ്പോൾ ഇതുപോലെ പിരിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് ഇതുപോലെ നിൽക്കണം എന്നില്ല. കാരണം കണ്ടില്ലേ, ഇത് തൊടുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ഇനിയിപ്പോൾ കൊച്ചു പിള്ളേർക്ക് വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ അതുപോലെ ഒടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത്. നൂലെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു കമ്പി വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ, അത്രയും ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു കമ്പി കൊണ്ടുപോയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം ഇത് ചുറ്റി കൊടുക്കാനേ. അപ്പോൾ ഈ ചുറ്റി കൊടുക്കുന്നത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്, കാരണം ഇത് കുറച്ച് അത്യാവശ്യം സമയം എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ സാധാ പോലെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് മക്കൾക്ക് തലയിൽ വെച്ച് കൊടുക്കാം. ചില മക്കളുണ്ട് കുറച്ച് നേരം തലയിൽ വയ്ക്കും, പിന്നെ അങ്ങ് വലിച്ചെറിയും. അതുപോലെ അതിൻ്റെ ഭംഗി നോക്കാനും ഇടയ്ക്കിടയ്ക്കൊന്ന് തൊട്ട് നോക്കും, അപ്പോഴൊക്കെ അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇതുപോലെ ചുറ്റി അങ്ങ് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്, ഭയങ്കര ഒരു അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുള്ളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറെയും ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ടയറുടെ പ്രത്യേകത വന്നിട്ട് ബ്രൈഡലിന് മുതൽ കൊച്ചു പിള്ളേർ വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടയറൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിലാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. വലിയവരും കൊച്ചു പിള്ളേരും ബ്രൈഡലും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ടയറാണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.